ഈ കാണുന്ന റോഡ് കുറ്റിപ്പുറത്ത് നിന്നും മാണിയങ്കാട്, പട്ടണനടക്കാവ്, നാഗുപറമ്പ് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ഇത് കുറ്റിപ്പുറത്ത് നിന്ന് നേരെ വന്ന് പട്ടണനടക്കാവ് വഴി വേണമെങ്കിൽ പുത്തനത്താണി വരെ എത്താവുന്ന റോഡാണ്. ഇത് ആദവനാട് എന്നീ വഴികളിൽ കൂടിയൊക്കെ പോകും. ഇതിനോട് ചേർന്നാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ഞാൻ ജനിച്ചു വളർന്ന വീട് വേറെയാണ്, ആദവനാടാണ്. ഇത് അച്ഛൻ്റെ നാടാണ്. അതായത് കുറ്റിപ്പുറത്തിനും തിരൂരിനും ഇടയ്ക്ക് ചെമ്പിക്കൽ എന്നുള്ള സ്ഥലത്ത് നിന്നും കുറച്ച് മാറി പാഴൂർ എന്നുള്ള ഗ്രാമത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ പേര് ശ്രീവിഹാർ എന്നാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ പേര്. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളൊക്കെ കാണാം. ആദ്യം നമ്മൾ കാണുന്നത് കോഴിവാൾ എന്ന് പേര് വിളിക്കുന്ന ചെടിയാണ്. ഇതൊക്കെ വളരെ മുമ്പ് തന്നെ ഉണ്ടാക്കിയ ചെടികളാണ്. ഇതൊക്കെ കട്ടിങ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ ചെമ്പരത്തിയുണ്ട്, മൊസാണ്ടയുണ്ട്, പിന്നെ ഡ്രസീന എന്ന് പറയുന്ന ഈ ചെടിയുണ്ട്. പിന്നെ ഇതെല്ലാം ചെമ്പരത്തികളാണ്. പിന്നെ ഇത് കള്ളിച്ചെടികളാണ്. ഇതെല്ലാം കൊമ്പ് കുത്തി പിടിപ്പിച്ച് വയ്ക്കാവുന്നതാണ്. വളരെ കുറേ പഴക്കമുള്ള വീടാണിത്. ഇന്ദിരാഗാന്ധിയുടെ മരണകാലത്ത് ഞങ്ങൾ ഹൗസ് വാമിങ് ചെയ്ത വീടാണിത്. പിന്നെ ഉള്ളത് അലമാണ്ട എന്ന് പറയുന്ന ചെടിയാണ്. അതുപോലെ തന്നെ തെച്ചിയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതേ ചെടികൾ തന്നെയാണ്. പിന്നെ ഡ്രസീനയും അതുപോലെ തന്നെ കള്ളിച്ചെടികളും ചെമ്പരത്തികളും ഒക്കെ ഉണ്ട്. പിന്നെ നന്ദ്യാർവട്ടമുണ്ട്, നന്ദ്യാർവട്ടപ്പൂവുണ്ട്. പിന്നെ തെച്ചിയുണ്ട്, പിന്നെ ചെമ്പരത്തിയുണ്ട്. പിന്നെ ഇത് ആഫ്രിക്കൻ റോസാണ്. പിന്നെ ഉള്ളത് തെച്ചിയാണ്. ഇത് വേറെ കള്ളിച്ചെടികളാണ്. ഇത്രയുമാണ് ചെടികളുടെ ശേഖരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് കുറച്ച് ചട്ടികളിലായിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഇത് രാജമല്ലിയാണ്. ഇത് മെയ് ഫ്ലവറാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അലമണ്ട, തെച്ചിയൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് 4 മണിപ്പൂവുണ്ട്, കോളിസുണ്ട്, പിന്നെ ചീരയുണ്ട്, ചെമ്പരത്തിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊഴുത്ത്, കാർ ഷെഡ് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇത്രയുമാണ് കാര്യങ്ങൾ.